എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമേളയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് 2013 പൂർണ്ണ മഹാകുംഭ്, 144 വർഷം കൂടുമ്പോൾ വരുന്ന പൂർണ്ണ മഹാകുംഭ്, അതിലാണ് ഞാനും പങ്കെടുക്കാൻ വേണ്ടി പ്രയാഗ്രാജിലെത്തിയത്. ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് പോയേ. അപ്പോൾ അവിടുന്ന്, അതായത് പ്രയാഗ്രാജ് അലഹബാദ് ആണ് സ്റ്റേഷൻ, അവിടെ റെയിൽവേ സ്റ്റേഷൻ വരിക. അപ്പോൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ ഫ്ലൈറ്റ്, അവിടെ നിന്ന് ഒരു 11 മണിക്കൂർ ട്രെയിൻ യാത്ര. അങ്ങനെ നമ്മൾ അലഹബാദിലെത്തി. അലഹബാദിൽ നിന്ന് അവിടെ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ സാധാരണ ഒരു അത്ര വലിയ സിറ്റി പോലെയുള്ള സ്ഥലമൊന്നുമല്ല, ഒരു ഡെവലപ്പ് ടൗൺ പോലെ. അവിടുന്ന് കുറച്ച് അധികം ദൂരം, ഒരു 3 കിലോമീറ്ററോളം നമ്മൾ പോകാനുണ്ട്. വണ്ടിയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ, റോഡൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവും. പക്ഷെ അന്ന് വളരെ ചൂടുള്ള സണ്ണി ഡേ ആണ്, വളരെ ചൂടുള്ള ദിവസമായിരുന്നു. അപ്പോൾ മൗനി അമാവാസി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ദിവസം, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന, ഒരു 10 കോടി ജനത്തോളം വന്നിട്ടുള്ള ഒരു ക്രൗഡ്, അത്രയുള്ള ഒരു, അന്ന് സ്റ്റാമ്പേഡിലെ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വരുന്ന അടുത്ത ഒരു പ്രത്യേക മുഹൂർത്തമാണ് വസന്തപഞ്ചമി. അപ്പോൾ ഈ വസന്തപഞ്ചമിയിൽ ഏകദേശം ഒരു 4-5 കോടിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 കോടി ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ YSSൻ്റെ, അല്ലെങ്കിൽ യോഗോദ സത്സംഗ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ, നേരത്തെ തന്നെ ക്രിയയോഗിയിൽ നമ്മളുണ്ടാവുകയും, ക്രിയയോഗി യോഗ പ്രാക്ടീസ് നമ്മൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, ഹസ്ബൻഡ് കുറേ ചെയ്യുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ മെമ്പേഴ്സായിട്ട് അവിടെ നിന്നാണ്, അവരുടെ ക്യാമ്പിലാണ് നമ്മൾ സ്റ്റേ എല്ലാം ബുക്ക് ചെയ്തിരുന്നത്. ടെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയൊന്നും, ഓട്ടോ ഒന്നും കിട്ടാനില്ല, വേറെ ഒന്നും, ടാക്സി ഓട്ടോ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ലോണം ജനമുള്ളതുകൊണ്ട് അങ്ങനെ കിട്ടാനില്ലാതെ ഞങ്ങൾ മെല്ലെ ഈ റോഡിൽ കൂടെ, നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ട്രോളി ബാഗൊക്കെ ഉരുട്ടി പോവുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കുതിരവണ്ടി, ഒരു വെള്ള കുതിര, തലയിൽ തൂവലൊക്കെ പിടിപ്പിച്ച ഒരു കുതിരവണ്ടി വന്നു. ആ കുതിരവണ്ടിയുടെ മേലെ കവറിങ് ഒന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ നല്ല ഹൈറ്റഡ് രഥത്തിൽ കയറിയ പോലെ കയറി ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു റോയൽ റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയായിരുന്നു ഒരു രസത്തിലിങ്ങനെ വളരെ എൻജോയ് ചെയ്ത്. അതുവരെ ഞാനൊരു കുതിരവണ്ടി കയറിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കുതിരയുടെ മേലെ കയറിയിട്ടുണ്ടെങ്കിലും കുതിര വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഗംഗയുടെ തീരത്തുള്ള. അപ്പോൾ ഗംഗ ഇങ്ങനെ മാസീവായിട്ട് വളരെ പ്രൗഢിയോടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ ഒരു വലിയൊരു നദിയായിട്ട്, വളരെ വാസ്റ്റായിട്ട്, നമുക്ക് മാസീവ് ഫ്ലോ ആണ്. ഇങ്ങനെ അതിൻ്റെ തീരത്താണ് ഈ ക്യാമ്പുകളെല്ലാം, ടെൻറ്റുകൾ കിട്ടിയിട്ട് ഓരോരോ. അപ്പോൾ YSSൻ്റെ ഓപ്പോസിറ്റ് കൃഷ്ണ കോൺഷ്യസ്നസ്സുകാരുടെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് ഓരോരോ സ്കൂൾസ് ഓഫ് തോട്ടും പല തീർത്ഥങ്കരുടെ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ക്രൗഡുണ്ട്, പലരും ഗംഗയിൽ കുറേ പേര് കുളിക്കുന്നുണ്ട്, ചിലർ അതിൻ്റെ തീരത്ത് വന്നിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട്, ചിലർ ബലിയിടുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ, പ്രീസ്റ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബലിയിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഒക്കെ എത്തി. നമുക്കൊരു ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഒരു 6-7 പേര് അക്കോമഡേറ്റ് ചെയ്യാണ് ചെറിയൊരു ടെൻറ്റിൽ. അതിൽ താഴെ ഒരു വൈക്കോല് വിരിച്ച മണ്ണിൽ കുറച്ച് വൈക്കോല് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ കിടക്കേണ്ടത്. സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നല്ല തണുപ്പാണ്, ഫെബ്രുവരിയാണ്, നോർത്ത് ഇന്ത്യയാണ്. അങ്ങനെ ഒരു സന്ധ്യ ആയപ്പോഴേക്കും നല്ല ഭംഗി കൂടാൻ തുടങ്ങി. നമ്മൾ അവിടെ ഒരു പാലമുണ്ട്, ഗംഗയുടെ ക്രോസ് ഒരു പാലം ഉണ്ട്. ആ പാലത്തിലേക്ക് കയറിയുന്ന നല്ല വ്യൂ ആണ്. ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ നല്ല ഇല്ലുമിനേറ്റഡ് ആണ് എല്ലാം, നിറയെ
വെളിച്ചങ്ങളും വിളക്കുകളും ചെറിയ ചെരാതുകളിൽ ഇങ്ങനെ ചെറിയ ഒരു തട്ടത്തിൽ ഒരു ചെരാത് കത്തിച്ച് അതിൽ പൂവൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ഒഴുക്കി വിടുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം ആകെപ്പാടെ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു സിനിക് ഭംഗിയുണ്ട് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിൽ വന്ന് ക്യാമ്പിൽ കഴിച്ചൊക്കെ നമ്മൾ കിടക്കുമ്പോൾ സന്ധ്യ തുടങ്ങിയപ്പോഴേക്കും ഒരുവിധം നല്ല തണുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ തണുപ്പിൽ പിറ്റേ ദിവസം രാത്രി പുലർച്ചെ ഒരു 3 മണിക്കൊക്കെ നമ്മൾ 2:45 ഉണർന്ന് കുളിച്ച് നമ്മൾ റെഡി ആയാലാണ് നമുക്ക് പോകാൻ പറ്റുക. ഇതിൻ്റെ 3:45 തൊട്ടിട്ട് 3:30 ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഹോളി ഡിപ്പ് അല്ലെങ്കിൽ സ്നാനത്തിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പുകാർ തന്നെയാണ്. അതായത് തീർത്ഥങ്കരർ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്യാസി ഒരു സെക്ട് കഴിഞ്ഞാൽ പിന്നെ YSS ആണ് പിന്നെ ആദ്യം യോഗ സത്സംഗ് സൊസൈറ്റിയാണ് ആദ്യം. അപ്പം നമ്മളൊക്കെ ആദ്യം തന്നെയാണ്. അപ്പം നമ്മൾ വേഗം പോകാൻ വേണ്ടി അങ്ങനെ കിടന്നുറങ്ങി പുലർച്ചെ ഒന്ന് കുളിച്ച് ഇപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് സ്വെറ്ററും സോക്സും ഷൂസൊക്കെ ഇട്ട് കുറച്ചധികം മേലെ ഈ മല കയറുന്ന പോലെ കുറച്ചിങ്ങനെ കയറിപ്പോകണം. കുറച്ച് ചെറിയൊരു കയറ്റത്തിലേക്ക് ഇങ്ങനെ കുറച്ചധികം ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാനമുള്ള എവിടെയെങ്കിലും സ്നാനം ചെയ്യാം. പക്ഷേ പ്രത്യേക സ്ഥലത്ത് നമ്മുടെ ഗ്രൂപ്പ് പോണത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ത്രിവേണി സംഗമം വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ അധികവും ഗംഗയുടെ തീരത്താണ് അപ്പോൾ നമ്മളുണ്ടായിരുന്നത് ഈ ക്യാമ്പുകളിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. മങ്കി ക്യാപ്പും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോണത്. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക നല്ല മരം കോച്ചും തണുപ്പെന്നൊക്കെ പറയണ പോലെ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് ഉരുകി ഒലിച്ച് വരുന്ന പോലത്തെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പിൽ നമ്മൾ കയ്യെന്ന് വരൽ ഞാൻ വെറുതെ വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ സൂചി കുത്തണ മാതിരിയുള്ള നല്ല തണുപ്പ് ഫീൽ ചെയ്തു. ഇവിടെ വരെ വന്നത് വെറുതെ ആവുമോ എന്ന് സംശയിച്ചില്ല. അങ്ങനെ ഒരു ആശങ്കയില്ല, ഇങ്ങനെ മുങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം തെർമൽ വെയറൊക്കെ മാറ്റി വെച്ച് നമ്മൾ മുങ്ങാൻ എന്തായാലും മുന്നിട്ട് പിന്നോട്ടില്ല എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ ദ മൊമെൻറ്റ് കാല് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോഴേക്കും ഒരു നല്ല ലൂക്ക് വാം വെള്ളമാണ് നമ്മളെ എൻഗൾഫ് ചെയ്യണമെന്ന് തോന്നുന്ന പോലെ ഒട്ടും തണുപ്പ് ഫീൽ ചെയ്യാത്ത വിധത്തിൽ ഒരു വാംത്ത് ഇങ്ങനെ കവർ ചെയ്തിരുന്നു. അത് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ മെല്ലെ കുറച്ച് അകത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഇപ്പം 7 പ്രാവശ്യം മുങ്ങാനുള്ള അതാണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിങ്ങനെ ഒരു ആരുടെയെങ്കിലും വെൽവെറ്റ് ഷോളോ മറ്റോ താഴെ വീണിട്ട് നമ്മൾ അതിൽ ചവിട്ടുക എന്നാണ് എനിക്ക് തോന്നിയത്. വെൽവെറ്റ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ചവിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചെളിയാണോ ഇനിയെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് ചെളിയല്ല. ആ വെൽവെറ്റ് പോലെയുള്ള പ്രതലം വളരെ ഒട്ടും താണു പോകണമൊന്നുമില്ല. ബട്ട് സോഫ്റ്റ്, നല്ല ഒരു സിൽക്കി ഫീൽ. അപ്പോൾ അങ്ങനെ അവിടുന്ന് എത്തി നമ്മൾ കുറച്ചും കൂടി അവിടേക്ക് നടന്നെത്തിയിട്ട് അവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഗംഗയും യമുനയും ആ സമയത്ത് കളർ അത്ര സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റില്ല. പുലർന്നു കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുക. പച്ച യമുനയും ബ്രൗൺ ആണ് ഗംഗയുടെ കളർ. അപ്പോൾ ഈ ബ്രൗൺ കളറ് ഗംഗയും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് കലങ്ങിയ വെള്ളം പോലെ തോന്നും. അതുപോലെയാണ് ഗംഗയുടെ കളറ്. അതും പച്ച കളറാണ് യമുന. പക്ഷെ സരസ്വതി കാണാൻ പറ്റില്ല. കാരണം സരസ്വതി ഈതറിക് റിവറാണ്, അത് കാണാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഉള്ള അറിവ്. അപ്പം അത്രേ എനിക്ക് അതിനെക്കുറിച്ച് അന്ന് അറിയൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹസ്ബൻഡും ഞാനും ഉണ്ട്. അപ്പോൾ ഇത് 7 പ്രാവശ്യം ഞങ്ങൾ മുങ്ങി പൂർണ്ണമായിട്ട് മുങ്ങാന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് മുങ്ങി ഓരോ നിയോഗം അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നമ്മൾ മുങ്ങി അവനവന് വേണ്ടി പേരൻസിന് വേണ്ടി അങ്ങനെ ഓരോ ഇതിൽ മുങ്ങി നിവർന്ന് വളരെ ഒരു ലൈറ്റ് ഒരു ഗുഡ് ഫീലാണ്. അന്നൊക്കെ മാസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ കൂടുതൽ എന്താ പറയുക ഒരു മെഡിറ്റേഷനിലേക്കും അല്ലെങ്കിൽ എൻലൈറ്റൻ മാസ്റ്റേഴ്സ് ആ ഒരു
രീതിയിലാണ്, ഒരു സീക്കറായിരുന്നു. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് സീക്കിങ്ങിലാണ്. അന്ന് എൻ്റെ 12ാമത്തെ വർഷമാണ് അന്ന് സീക്കിങ്ങിൽ, സ്പിരിച്വൽ സീക്കിങ്ങിൽ ആയിട്ട് ആയിരുന്നത്. അപ്പോൾ അന്ന് വലിയൊരു ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്ന കുറേ ആത്മാനുഭവങ്ങളുണ്ട്. അതിൽ നല്ല ഒരു ലൈറ്റ് വൈബ്രേഷനിലേക്ക് നമ്മളിങ്ങനെ മാറുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും അവിടെ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത്. അങ്ങനെ മുങ്ങി നിവർന്ന് മാസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രസൻസ് ഫീൽ ചെയ്യണത് പോലെ ഇങ്ങനെ നമുക്ക് കാണാം. നമുക്കിങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു ആകാശത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നണം. അങ്ങനെ ഒരു സം ഡിഫറൻസ് വാസ് ദേ. അതിലൊരു ഡിവൈൻ ഫീല് നമുക്കവിടെ ഭയങ്കരമായി തോന്നിയിട്ടാണ് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ ഉയർന്നൊക്കെ മാറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോയി. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് പുലർച്ചയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ബാബാജി ക്രിയായോഗിയിലെ ബാബാജി 6 ഗുരുക്കന്മാരുണ്ട് ക്രിയായോഗിയിൽ. അപ്പം അതിൽ ഒരാൾ പ്രധാനമായിട്ടുള്ള ആളായിട്ട് വരുന്ന ഒരു ഫിഗറാണല്ലോ ബാബാജി. അപ്പം മഹാവതാർ ബാബാജി. അപ്പം ബാബാജി അവിടെ ഇരുന്നിരുന്ന ആ ബനിയൻ ട്രീ, ഒരു പേരാലിൻ്റെ ചോട്ടിലിരുന്നിരുന്ന മെഡിറ്റേറ്റ് ചെയ്തിരുന്ന ആ സ്ഥലത്തെ അവിടെ അതൊരു പാർക്ക് പോലെ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതൊരു എല്ലാവരും പിൽഗ്രിംസൊക്കെ അവിടെയും പോയിട്ട് വിസിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയും പോയി അതൊക്കെ കണ്ടു. അവിടെ ഇരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റൊക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനിപ്പോൾ അവിടെ നിറയെ ആളാണ്. അപ്പം നമ്മൾക്ക് ഒരുമിച്ചിരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി ഇരിക്കുന്ന ഒരു ടേബിളിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അരികത്തിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബീഹാറി ഫാമിലിയാണ്. അപ്പോൾ അതിൽ അമ്മയും മകളും തമ്മിൽ സംസാരിക്കണം. അവർ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കേൾക്കാം. സെയിം ടേബിളിലാണല്ലോ. അപ്പോൾ അവർ മകൾ ചോദിക്കുകയാണ്, നമ്മൾ ത്രിവേണി എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നമ്മൾ ഗംഗയും യമുനയും മാത്രമല്ലേ കണ്ടുള്ളൂ, സരസ്വതി നദിയെ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ അമ്മ മകൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. അത് സരസ്വതി സ്വർഗത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു സ്വർഗസെ ബഹത്തി ഹുയി നദി ഹോത്തി ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അവർ. അപ്പോൾ അവർ ഈ സരസ്വതിയെ കാണാൻ പറ്റില്ല എന്നും, ആ സരസ്വതി വൈറ്റ് കളറ് ബാങ്കാണ് സരസ്വതിയുടെ. പക്ഷേ സരസ്വതിയെ വിദ്യ അല്ലെങ്കിൽ സരസ്വതി കടാക്ഷം, ദൈവത്തിൻ്റെ കടാക്ഷമുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ മകൾ വീണ്ടും ചോദിക്കേണ്ട എങ്ങനെയാണ് അത് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് എനിക്കൊരു വലിയ റെവലേഷനായിരുന്നു. അവർ പറഞ്ഞു, വോ എക്ദം രേഷം സി ഹോത്തി ഹെ എന്ന് പറഞ്ഞവർ. എന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചവിട്ടി ആ വെൽവെറ്റ് ഒരു ബാങ്ക് എനിക്ക് കിട്ടിയ അനുഭവം, അത് ശരിക്ക് സരസ്വതിയെ അനുഭവിച്ചതാണെന്നുള്ളത് എനിക്ക് ഗൂസ് ബംസൊക്കെ വന്നു. ഭയങ്കര ഉള്ളിലൊരു വലിയ അച്ചീവിങ് സന്തോഷമൊക്കെ തോന്നി അന്ന്. കാരണം അന്ന് ഈ ഫീലിങ്സ് ബേസ്ഡാണ് നമ്മൾ നമ്മൾ ആത്മാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഫീലിങ്സിനും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതൽ. അപ്പോൾ അങ്ങനെ വലിയ സന്തോഷത്തിൽ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഞങ്ങൾ ഒരേ വഴിയിലാണ്, അദ്ദേഹം പോണു പിന്നാലെയാണ് ഞാൻ പോണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അവിടെ നിന്ന് പിറ്റേ ദിവസം പോരാനുള്ള സമയമായി. വൈകിട്ടായപ്പോഴേക്കും എല്ലാ പൂർവികർക്കൊക്കെ ഏതായാലും ഗംഗ വരെ പോയതല്ലേ എന്നുള്ളൊരിതിൽ അവിടെ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഈസ്റ്റൊക്കെ എപ്പോഴും സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ അവരെ അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഒന്ന് മുങ്ങി ഈ റണ്ണിൽ തന്നെ വന്ന് ബലിയിടുകയാണ്. അച്ഛനും 2 വലിയച്ഛന്മാർ, പിന്നെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരും 4 ആൾ. അന്നേ എൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അപ്പോൾ പിന്നെ അമ്മയുടെ ഒരു സിസ്റ്റർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് ഉള്ള ഒരു
എല്ലാവർക്കും, പിന്നെ ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന 1-2 പേര്, അങ്ങനെയൊക്കെ എല്ലാം ബലിയിട്ടിട്ടാണ് തിരിച്ച് പിറ്റേ ദിവസം നല്ല ഇടയ്ക്ക് നല്ല മഴയും ആ ബലിയിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇറനിൽ നല്ല തണുത്ത കാറ്റിങ്ങനെ വീശും. അപ്പോൾ അതും ആ വിൻ്ററിൻ്റെ ഇത് തുടങ്ങി മഞ്ഞ് വീഴാൻ തുടങ്ങുന്ന സമയമാണല്ലോ ആ സമയത്തൊക്കെ. അപ്പം നല്ല ടഫ് വെതറാണെങ്കിലും അതൊക്കെ ഭയങ്കര ഒരു സുഖം അതിൻ്റെ കൂടെ നമുക്കൊരു ആത്മാനുഭവം തരുന്ന ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൾക്കാരെ കാണാം നമുക്ക്. ദിഗംബരരും ആയിട്ടുള്ള സന്യാസിമാരും ഒക്കെ പോണ കാണാം. വിഭൂതി മാത്രം വസ്ത്രമായിട്ട് ധരിച്ച്, അതായത് വസ്ത്രമില്ലാതെ ഇങ്ങനെ അങ്ങനെ പോണ ആൾക്കാർ, അല്ലാതെ വസ്ത്രം ഉടുത്തിട്ട് ഉള്ള സന്യാസിമാർ, വലിയ ജടയുള്ളവർ, തലകുത്തുന്ന ഇത് മെഡിറ്റേറ്റ് ചെയ്യണവരെയൊക്കെ നമുക്ക് കാണാം. ഒരുപാട് ധ്യാനിക്കുന്ന പല ആൾക്കാരെ കാണാം. അപ്പോൾ പക്ഷെ അതൊക്കെ ഒരു ജെൻഡർ ട്രാൻസെൻഡൻസ് ഒക്കെ അല്ലെങ്കിൽ സ്പിരിച്വലി ഉള്ള ഒരു ആത്മക്കണ്ണുകളിൽ നേരത്തെ തന്നെ ആയിരുന്നതുകൊണ്ട് അതൊക്കെ സ്പിരിച്വൽ വേൾഡിൽ വളരെ അക്സെപ്റ്റബിൾ ആണ്. അതിൽ വലിയ ഒരു കാര്യമൊന്നും അന്ന് തോന്നിയില്ല. അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഞാൻ ബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറഞ്ഞ പരമഹംസ യോഗാനന്ദയുടെ പുസ്തകം വായിച്ചപ്പോൾ തൊട്ടേ എനിക്ക് കുംഭമേള ഒരു ആഗ്രഹമായിട്ട് ഉള്ളിൽ കയറിയിരുന്നു. കുംഭമേളയിൽ ഒരിക്കലും സംബന്ധിക്കണം എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് അതങ്ങനെ എല്ലാം എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. അങ്ങനെ നമ്മൾക്ക് പോകാൻ പറ്റി. തിരിച്ചു വരുമ്പോൾ വലിയ മഴയാണ്. നല്ല ചൊരിയണ മഴയത്ത് നമ്മൾ ഒരു ഓട്ടോ കിട്ടി കഷ്ടി സ്റ്റേഷനിലെത്താനേ പറ്റുള്ളൂ. വലിയ ബ്ലോക്കും. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നീന്തി ബാഗൊക്കെ ആയിട്ട് നീന്തി മുട്ടോളം വെള്ളമാണ്, മുട്ടിന് മേലെ വെള്ളത്തിൽ നീന്തിപ്പോയി തിരിച്ച് അലഹബാദിൽ വന്നു. അപ്പോൾ തലേദിവസത്തെ ടെൻറ്റിൽ ആദ്യത്തെ ടെൻറ്റ് ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ രാത്രി മഴയത്ത് വാട്ടർ ബെഡായി. വൈക്കോൽ ബെഡൊക്കെ മാറി വാട്ടർ ബെഡായി. അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് അവർ വേറൊരു ഒരു ഷെഡ് പോലെയുള്ള ഒരു മാസ് അക്കോമഡേഷനിലേക്ക് മാറ്റി. അങ്ങനെ ഓരോന്നിനും ഒരു വളരെ പ്രത്യേകതയുള്ള അനുഭവമാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും അലഹബാദിൽ വന്ന് അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ അന്ന് സ്റ്റേ ചെയ്തു. രാത്രി ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു ഞങ്ങൾ. അപ്പോൾ അവിടെ രഞ്ജൻ മത്തായി IFS, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു റോയൽ സ്റ്റേ ആണ് നമുക്ക് അന്ന് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതൊരു എന്താ പറയുക, തലേ ദിവസം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ചിന്തിച്ചു പോകും. തലേ ദിവസം നമ്മൾ വൈക്കോൽ ബെഡിൽ കുടിലിൽ ഉറങ്ങണ ഒരു ഇതെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൽ ആണ് പിറ്റേ ദിവസം വന്നതല്ലോ എന്നുള്ള. അങ്ങനെ പിറ്റേ ദിവസം ഡൽഹിയിൽ ചെറിയൊരു കറക്കം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും ഫ്ലൈറ്റ് പിടിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഇത് എൻ്റെ 12ാമത്തെ വർഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12ാമത്തെ വർഷമായിരുന്നു ആത്മാന്വേഷണത്തിൽ. അന്ന് ആ സമയത്ത് ശ്രീവിദ്യ തുടങ്ങി. അതായത് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഒരു വലിയ സെറ്റ് ബാക്ക്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ജനനമാണ് സത്യത്തിൽ എന്നെ ആത്മാന്വേഷണത്തിലേക്ക് ഉണ്ടിവിട്ടത്. അവൻ്റെ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരു അസുഖത്തോടെയാണ് അവൻ ജനിച്ചത്. അപ്പോൾ അത് മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈശ്വരനെ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആത്മാന്വേഷണത്തിലേക്ക് വളരെ സീരിയസ് ആയ ആത്മാന്വേഷണത്തിലേക്ക് അന്ന് അതായിരുന്നു ഒരു കാരണം. അതൊരു നിയോഗമായിരുന്നു. പക്ഷേ ആ നിയോഗത്തിൽ നിന്ന് പാഷനറ്റായ ഒരു സ്നേഹം, അതായത് പിന്നെ ആദ്യം കാരണമായിരുന്ന കാര്യം മാത്രമല്ല, പിന്നെ അത് പറ്റാത്തതുപോലെ ഈശ്വരനെ അന്വേഷിക്കണ ആ ഒരു പാതയിലല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ഇലക്ഷൻ എൻ്റെ മേലെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരുപാട് ആത്മാനുഭവങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഏറ്റവും ആദ്യം റേക്കി, അപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവൽ വരെ പോയിട്ട് അവിടെ ആകുമ്പോഴും ഒരു ഉള്ളിലുള്ള ഒരു ശൂന്യത, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു വോയിഡ്, അത് ഫില്ലായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും അതിൻ്റെ അടുത്ത പ്രാക്ടീസിലേക്ക് പോകും. അങ്ങനെ ആദ്യം റേക്കി
ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ വരെ എത്തി, കുറേ അങ്ങനെ സെമിനാറുകൾ എടുക്കുക, അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് നന്നായി എനർജി അല്ലെങ്കിൽ ആ ഒരു ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞത് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു, നല്ലോണം അനുഭവിക്കാൻ പറ്റുന്നു. എനർജി സെൻസിറ്റീവ് ആയിരുന്നു ബോഡി. അപ്പോൾ സോ കോൾഡ് സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട്, അതായത് മന്ത്ര, തന്ത്ര, ഓഷോയുടെ 112 വിജ്ഞാന ഭൈരവ തന്ത്രയുടെ മെഡിറ്റേഷൻസ് ഒക്കെ 2006 ആ കാലഘട്ടത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് YSSൻ്റെ ക്രിയായോഗ സ്റ്റാർട്ട് ചെയ്തത് 4.25 വർഷത്തെ കംപ്ലീറ്റ് കോഴ്സായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ സന്യാസിമാർ വരും, സന്യാസിമാരുടെ ക്യാമ്പുകളിങ്ങനെ കോയമ്പത്തൂരോ തൃശ്ശൂരോ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്, ബാംഗ്ലൂർ, അങ്ങനെ നമുക്ക് പറ്റണ പോലെ അത് അറ്റൻഡ് ചെയ്യും. ഇടയ്ക്ക് ഒരു വൺസിന ബ്ലൂ മൂൺ എന്ന് പറയാൻ പറ്റില്ല, വൺസിന ഇയർ ഓർ 6 ഒരു പീരീഡ് ഓഫ് 6 months ഒക്കെ അങ്ങനെയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്താണ് ക്രിയായോഗയും കഴിഞ്ഞ്, ക്രിയായോഗ അപ്പോൾ അവർ ഗൃഹസ്ഥാശ്രമികൾക്ക് മുഴുവനും തരാത്തതുകൊണ്ട് വീണ്ടും ബാബാജീസ് ക്രിയ ട്രസ്റ്റിൻ്റെ ഒരു സിദ്ധക്രിയയാണ് അത്, സിദ്ധക്രിയായോഗ എന്ന് പറഞ്ഞാൽ. അത് എല്ലാം തരും, എല്ലാ 144 ക്രിയയും പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട് അവിടെ. അങ്ങനെ അവിടെ വെച്ചാണ്, അതിന് മുന്നേ എനിക്ക് ചെറിയതായി ലെവിറ്റേഷനും അതുപോലെ ചെറിയ സമാധി എക്സ്പീരിയൻസിൻ്റെ ആദ്യത്തെ അതാണെന്നൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. അന്ന് എപ്പോഴും എക്സ്പീരിയൻസ് ആദ്യം കിട്ടും, അതിന് ശേഷമാണ് എനിക്ക് എപ്പോഴും അറിവ് കിട്ടുക. കാരണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഉണ്ടാക്കിയതാണോ എന്നുള്ള സംശയത്തിലേക്ക് പോവാതിരിക്കാനായിരുന്നു എന്ന് തോന്നണം. എപ്പോഴും എൻ്റെ കാര്യത്തിൽ ദൈവം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബ്രെത്ത്ലെസ് സ്റ്റേറ്റ്, ഒരു എന്താ പറയുക, ഒരു മൃത്യുഞ്ജയ പ്രാണായാമം ആരോ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് ആദ്യമായി ബ്രെത്ത്ലെസ് സ്റ്റേറ്റ് തോന്നിയത്. അപ്പോൾ ഞാൻ ശ്വാസം എടുക്കണില്ല, പുറത്തേക്കും വിടണില്ല, അതെന്താ പക്ഷേ വളരെ ബ്ലിസ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്, ശ്വാസം മുട്ടണമെന്നില്ലല്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് കരുതുമ്പോഴാണ് പിന്നീട് ഞാൻ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറഞ്ഞ ബുക്കിൽ അതിനെക്കുറിച്ച് സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ആണത്, അത് സമാധിയുടെ ഒരു ഒളി ഗ്ലിംസ് ആയിട്ടാണ് അത് വരുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നീട് യോഗി നിദ്ര സ്കൂൾ ഓഫ് ഏൻഷ്യൻ വിസ്ഡം ബാംഗ്ലൂർ ചെയ്യുമ്പോഴാണ് ഫുൾ ബ്ലോൺ ഒരു സമാധിയിലേക്ക് ഞാൻ പോണതും. അങ്ങനെ പല പല എക്സ്പീരിയൻസ്. അതുപോലെ ഓംകാരം, ശബ്ദം, ഒരു എപ്പോഴുമുള്ള ഓം നമ്മൾ പറയുകയല്ല, പറയാനുള്ള മന്ത്രമല്ല, കേൾക്കാനുള്ളതാണെന്നാണല്ലോ. അത് നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസ് തൊട്ട് തന്നെ അത് ത്രൂ ഔട്ട് കേൾക്കുന്ന ഒരു അതിലേക്ക് ഇനിഷ്യേറ്റഡ്, അത് കേൾക്കാൻ പറ്റണത്, അത് അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ അങ്ങനെ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതിലേക്കൊക്കെ വന്നതും. എനിക്ക് ഇത് കഴിഞ്ഞ് ക്രിയായോഗയിലും കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മേലെയുള്ളത് ശ്രീവിദ്യോപാസനയാണ്. ശ്രീവിദ്യോപാസന ചെയ്യണ സമയത്താണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപനിഷത്തുക്കളെല്ലാം കുറേ ഓൾമോസ്റ്റ് വായിച്ചു തീർക്കുകയും പിന്നെ കൃഷ്ണമൂർത്തി, ഓഷോ, രമണ മഹർഷി, മറ്റുള്ള വിവേകാനന്ദൻ, അങ്ങനെ കുറേ സെൻ ബുദ്ധിസവും ടാവോയിസവും എല്ലാത്തിൻ്റെയും ഓഷോയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ മിക്കവാറും ഒക്കെ എല്ലാം തന്നെ അങ്ങനെ ഇതെല്ലാം വായിച്ച് നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള കണക്റ്റഡ് ബുക്സും ആൻഡ്രൂസ് ന്യൂബർഗ് പോലെ, ജോ ഡിസ്പെൻസ, അങ്ങനത്തെ ഇതെല്ലാം ഇങ്ങനെ വായിച്ച് പോകുമ്പോഴും അത് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശ്രീവിദ്യോപാസനയിലേക്ക് പോയി. ശ്രീവിദ്യോപാസന സമയാചാരത്തിലാണ് ചെയ്യുന്നത്. അതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസൊക്കെ വളരെ സ്ട്രിക്റ്റ്, അതായത് എല്ലാ ആഴ്ചയും ഒരു ദിവസം കംപ്ലീറ്റ് ടോട്ടൽ ഫാസ്റ്റിംഗ് ആൻഡ് സൈലൻസ്, ഇത് കമ്പൽസറിയാണ്. അപ്പോൾ അത് നമുക്ക് പറ്റാത്ത ആൾ അതിനുള്ള യോഗ്യത ഇല്ല എന്നാണ്, അവർക്ക് അത് ഇനിഷ്യേഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അത് ഫസ്റ്റ് ലെവൽ ഇനിഷ്യേഷൻ തരുള്ളൂ. അപ്പോൾ അതൊരു ഷോഡശാക്ഷരി ഒക്കെ പിന്നീട് 16 അക്ഷരമുള്ള ഒരു മന്ത്രം ഗുരു സമ്പ്രദായം പോലെ പ്രൈവറ്റായിട്ട് ഗുരു ശിഷ്യ ആ ഒരു ഇതിൽ ചെവിയിൽ ഓതി തരുകയാണ് ചെയ്യുക. അപ്പം അതൊക്കെ എല്ലാം
അതിൻ്റെ നിഷ്കർഷം എല്ലാം പാലിച്ച് ഇതൊക്കെ പിന്നെ ടോട്ടൽ വെജിറ്റേറിയനിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ തന്നെ ഇങ്ങനത്തെ പ്രാക്ടീസുകളിലും അതൊക്കെ ഓണായിരുന്നുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ അത് ചെയ്യണ സമയത്താണ് അതിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിലൊക്കെ പോകും. ശിവക്ഷേത്രത്തിലൊക്കെ എല്ലാ പുലർച്ചെ ഉണർന്ന് കുളിച്ച് നിർമ്മാല്യം തൊഴാനൊക്കെ 3:30-4 മണിയാകുമ്പോൾ പോവും. അങ്ങനെയൊക്കെ അതായത് ഫുൾ ബ്ലോൺ ആണ് ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും. അതിപ്പോൾ അങ്ങനെ വിഗ്രഹാരാധനയോട് വലിയ ഒരു പ്രതിപത്തി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഒരു മെഡിറ്റേറ്റീവ് ആയിരുന്നുകൊണ്ട് ആ ശിവൻ്റെ ഒരു ഇതിലേക്ക് കൂടുതലൊരു അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 4 ലെവൽസ് ആദ്യം ഹംസവിദ്യയാണ്. ഈ ഹംസവിദ്യ 4 ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീവിദ്യ ഉപാസന അടുത്ത 4 ലെവൽ വരിക. അപ്പോൾ ഈ 8ാമത്തെ ലെവൽ, അപ്പോൾ ശ്രീവിദ്യ ഉപാസന 3 ആചാരങ്ങളുണ്ട്. അതായത് കൗളാചാരം, മിശ്രാചാരം, സമയാചാരം. അതിൽ മറ്റേത് രണ്ടും ബാഹ്യമായിട്ട് ഇപ്പോൾ ശ്രീചക്രം യന്ത്രം വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു കളം വരച്ചും അങ്ങനത്തെ കുറേയൊക്കെ പരിപാടികളൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യണം. പുറത്തേക്ക് ഉള്ള ഒരു എക്സ്റ്റേണൽ ഫോം ഓഫ് ആരാധന പോലത്തെയാണ് മറ്റേത് രണ്ടും. ശ്രീവിദ്യ സമയാചാരത്തിലാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയണ ആ കോൺസെപ്റ്റിലേക്കാണ് പോണത്. അപ്പോൾ ഈ ശ്രീവിദ്യ ഉപാസന ചെയ്യണവർ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ക്ഷേത്രത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം നമ്മൾ ദൈവത്തിനെ വഹിക്കുന്നവരായിട്ട്, അല്ലെങ്കിൽ ദൈവം ഉള്ളിലാണ് ദൈവം എന്നുള്ള ആ ഒരു രീതിയിലാണ് സങ്കല്പം അതിൻ്റെ. അങ്ങനെ നമ്മളത് ചെയ്ത് അതിൻ്റെ 8th ലെവൽ, പിന്നെ വേറെ ഇല്ല, അതിൻ്റെ മേലെ ഇല്ല. പിന്നെ അവധൂതൻ നമ്മൾ പഠിപ്പിക്കാനുള്ള ഒരു ഇനിഷ്യേഷൻ മാത്രം. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയിൽ വിപസന ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് പറയാൻ വിട്ടു. അത് മുഴുവനും ചെയ്തിട്ടില്ല, അത് ആദ്യത്തെ കുറച്ച് സ്റ്റേജസ് ചെയ്തിട്ടുള്ളൂ. ആനപ്പാന അങ്ങനെ വിട്ട ആ സമയത്താണ് ഈ 8ാമത്തെ ലെവൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ചിന്തിക്കേണ്ടി, ഇതിലും എനിക്ക് ഈശ്വരനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ഉള്ളിലൊരു വിഷമം ആലോചിക്കുമ്പോൾ ഉണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ 8ാമത്തെ ലെവലിൽ ഞാനിങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ യോനി സിദ്ധാസനാണ് നമ്മുടെ പോസ്ചർ. അപ്പോൾ അതുപോലെ കണ്ണിങ്ങനെ മേലേക്ക് വെച്ചിട്ട് കുതഷ്ഠ ചൈതന്യം ഇവിടേക്ക് ഫോക്കസ് ചെയ്ത് കണ്ണ് മേലേക്ക് വെച്ചിട്ടാണ് ഈ 16 അക്ഷരമുള്ള മന്ത്രം ജപിക്കലും കാര്യങ്ങളൊക്കെ, പിന്നെ മെഡിറ്റേഷനൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ ആ പോസ്ചറിലിരിക്കണമെന്ന് തോന്നുള്ളൂ. പക്ഷെ ആത്മാവിൽ പെട്ടെന്ന് ഞാനൊരു വേൾപൂളിൽ പെട്ട പോലെ താഴേക്ക് എന്നെ സക്ക് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഞാനിങ്ങനെ താഴേക്ക് വലിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതായത് ഒരു ഇരുട്ടെന്ന് പറഞ്ഞാൽ കട്ട ഇരുട്ട്, ഫിയർ, ഇത്രയും ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഫിയർ. നമ്മൾക്കുള്ള മുഴുവൻ ഭയവും മുകളിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നതുപോലെ അങ്ങനെ ഒരു ഫിയർ സക്ക് ചെയ്തിങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ ആത്മാവിലാണ് കേട്ടോ. അപ്പോൾ അലറി കരയുന്നുണ്ട്. ഞാൻ കരയുമ്പോൾ എനിക്ക് തന്നെ കാണാം എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ പേര് വിളിച്ച് ആശ്രയിച്ച് അതുവരെ ഉപാസിച്ചിരുന്ന സകല മൂർത്തികളെയും വിളിച്ച് കരയാണ്. അപ്പോൾ കൃഷ്ണനെ വിളിക്കും, കൃഷ്ണൻ വരും, അകത്തുനിന്ന് ഒരു കൃഷ്ണൻ വരും. അപ്പോൾ ഒരു ലൈറ്റ് കൊണ്ട് ഒരു കോഡ്, ഒരു ചെറിയ ബന്ധം ഉള്ളത് കാണാം. പക്ഷേ ഈ ബന്ധം ഇങ്ങനെ അറ്റുപോകും, കൃഷ്ണൻ തെറിച്ചു പോകും, ഞാൻ താഴേക്ക് തന്നെ പോകണം, ഇരുട്ട് മാറണമില്ല. ഇത് താഴേക്ക് അടുത്ത പേര് വിളിക്കും. അങ്ങനെ ശിവനും കൃഷ്ണനും ദേവിയും ഗണപതി അങ്ങനെ എല്ലാ പേരുകൾ വിളിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ പ്രാക്ടീസസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഗുരുക്കന്മാരുടെ പേരുകളുണ്ട് വിളിക്കാൻ. ഇതെല്ലാം പിടിച്ച് അവസാനം വേറെ പേരില്ല വിളിക്കാൻ. എല്ലാം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് അപ്പോൾ ബോഡിയൊക്കെ ഫ്രോസൺ പോലെയാണ്, എനിക്ക് ഫ്രീസായ പോലെ അനങ്ങാൻ വയ്യ, അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം യേശുവേ എന്നുള്ള ഒരു പേര്, ജീസസിൻ്റെ പേരല്ലാതെ വേറെ പേരില്ല. അപ്പോൾ ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പോഴും ഒറ്റ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ്, ഒറ്റ ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിന്നു. ഞാൻ മെല്ലെ ആ താഴേക്കുള്ള ആ ഡയറക്ഷൻ മാറി എൻ്റെ മെല്ലെ ഞാൻ മുകളിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ ആ മുകളിലേക്ക് വരുംതോറും ഇരുട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് പോയിട്ട് ഞാനൊരു നല്ല വെളിച്ചത്തിൻ്റെ പ്രസൻസിലേക്ക് ഞാൻ വരികയാണ്. ഒപ്പം എൻ്റെ ഉള്ളിൽ
ഉണ്ടായിരുന്ന ആ ശൂന്യതയിൽ ഒരു ഭയങ്കര എന്താ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒരു അന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം സമാധാനം, ഒരു ഭയങ്കര പീസും. അപ്പോൾ ആ വെളിച്ചം ഞാൻ എൻകൗണ്ടർ ചെയ്യാണ്. അന്ന് ഞാൻ യേശുക്രിസ്തുവായിട്ടൊരു എൻകൗണ്ടറാണ് എനിക്ക്. ഹല്ലേലൂയ. അന്ന് എനിക്ക് കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവത്തെ കിട്ടി എന്ന് ഉള്ള ആ തിരിച്ചറിവിൽ, ആ സമാധാനത്തിൽ ഒരു ഭയങ്കര എനർജിയാണ്. ഭയങ്കര എന്നുവെച്ചാൽ 2-3 ദിവസം നമുക്ക് രാത്രി ഉറങ്ങുക പോലും വേണ്ടാത്ത പോലെ അത്രയ്ക്ക് എനർജിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് എൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് അനക്കാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങനെ മെഡിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് രാത്രി അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് അതൊന്നും വീട്ടിലുള്ളവർക്കൊന്നും അതൊരു വലിയ വിഷയമല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻ്റർഫിയറൻസസ് ഒന്നും വരില്ല. എൻ്റെ ഇടയിലൊന്നും ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ ഞാൻ മെല്ലെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയ, അതിൻ്റെ മുന്നേ വരെ എൻ്റെ മനസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് ദേവീദേവതകൾ അല്ലെങ്കിൽ ദൈവങ്ങളിലെന്ന് പറയുന്ന പോലെ നമുക്ക് ഹിന്ദുസത്തിൽ പ്ലൂറാലിറ്റിയാണല്ലോ ദൈവത്തിന്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വിളിക്കണ പേരാണ് യേശു എന്നുള്ളത്. പക്ഷേ ദൈവം അതുപോലെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ടേ കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണ്. സെയിൻറ്റ് സസിലാണ് ഞാൻ പഠിച്ചത് എറണാകുളത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ചെറുപ്പത്തിലെ കുഞ്ഞിലെ തൊട്ടേ അവിടെ ചാപ്പലിലൊക്കെ പോവും, പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും അച്ഛൻ മാത്രം കമ്മ്യൂണിസ്റ്റാണ്, കുറച്ച് റിബലിയസ് നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് അതിൽ ഒക്കെ ഒരു ഫ്രീഡം തന്നിരുന്നു. നമുക്ക് എങ്ങനെ വിളിച്ചാലും ഒരു സ്ഥലത്താണ് പോവുള്ളൂ, എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിരുന്നില്ല. നമ്മളിപ്പോൾ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഒക്കെ നമുക്ക് ഒരാളെ ദൈവത്തെ വിളിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു അങ്ങനെ. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു തിരിച്ചറിവ്. അന്നൊക്കെ ഞാൻ കണ്ടിരുന്ന, ഇതുവരെ ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ പറയണ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ആളല്ല യേശുക്രിസ്തു. ഹീ ഈസ് സംതിങ് മച്ച് മോർ എന്ന് അന്നത്തെ എൻകൗണ്ടറിൽ എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് എൻ്റെ അന്വേഷണം അത് 2018 അന്വേഷണം ആരാണ് യേശുക്രിസ്തു എന്നുള്ളതായിരുന്നു. റെവലേഷൻസ് വാസ് മാസീവ് റെവലേഷൻസാണ്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ ബൈബിള് ഒന്ന് സീരിയസ് ആയിട്ട് ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ മുന്നേ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ബൈബിള് ആദ്യമായി ശരിക്കും സീരിയസ് ആയി ഞാൻ വായിക്കാനെടുത്തപ്പോൾ അതിൽ പല വചനങ്ങളും ഞാൻ നേരത്തെ എൻ്റെ ഉള്ളിൽ ആരോ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നേരത്തെ വേറെ സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഉള്ളിലുള്ള അറിവിൽ എൻ്റെ ഒരു കൺഫർമേഷൻ പോലെയാണ്. അതുപോലെ മനസ്സിൻ്റെ ഒരു ജ്ഞാനത്തിൻ്റെ ആത്മാവ് ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രിൻസിപ്പിൾസും മനസ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ് ഈ ഉപമകളിലൂടെ എല്ലാം യേശു പറയണതെന്നുള്ള ആ ഓരോ എപ്പിസോഡ്സിലെ എൻ്റെ ആഴമുള്ള രഹസ്യങ്ങളും എല്ലാം എനിക്കിങ്ങനെ തുറന്നു തന്നിട്ടുള്ള മിസ്റ്ററീസിൻ്റെ കൺഫർമേഷൻസ് ആയിരുന്നു എനിക്കധികം അവിടെ കിട്ടണത്. പക്ഷേ പുതിയതായി വന്നത് അതിൻ്റെ എല്ലാം ആ സത്യത്തിൻ്റെ ക്രക്സ്, അതിൻ്റെ കോർ പിവട്ട് ഇസ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മാത്രം ഞാൻ ഇതിനെ ചുരുക്കുകയാണ്. കാരണം ഇത് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെവലേഷൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 3 ദിവസം, അത് പിന്നീട് 7 ദിവസമായി, ഇടയ്ക്ക് 10 ദിവസമാവും, അങ്ങനെ 3 ദിവസമൊക്കെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ടോട്ടലായിട്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം വിട്ടകന്ന ഒരു സൈലൻസും ഫാസ്റ്റിങ്ങിലും ഒക്കെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത 3ാമത്തെ ദിവസം എനിക്ക് കുറേ റെവലേഷൻസ് വരും. അപ്പോൾ അത് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പിനുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം കിട്ടിയത് സ്പിരിച്വൽ സീക്കേഴ്സിനുള്ള റെവലേഷനാണ്. അത് ഞാനിപ്പോൾ ഇവിടെ പറയണില്ല, കാരണം എല്ലാം കൂടി പറഞ്ഞാൽ ഇത് ഒരുപാട് വലിയ വീഡിയോ ആവും. പിന്നീട് ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സ്പിരിച്വൽ സീക്കേഴ്സിനുള്ളതാണ്. 2ാമത്തെ റെവലേഷൻ പിന്നെ വന്നത് മനസ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ മനസ്സ് ന്യൂറോളജിയും സൈക്കോളജിയും റിലേറ്റഡ് ആയിട്ടുള്ള ബിബ്ലിക്കൽ
ട്രൂത്തും അതിൽ എത്ര ഫാക്ട്സ് എത്ര കോറിലേറ്റഡ് ആയിട്ടാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന് പാലറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നീട് മൂന്നാമത്തെ ആണ് ഇപ്പം ഞാൻ പറയാൻ പോണ റെവലേഷൻ. അത് ഹിന്ദു മതത്തിലുള്ള എന്നെ കാണിച്ചു തന്ന കുറേ കാര്യങ്ങളാണ്. നാലാമത്തെ വിശ്വാസിക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസിക്ക് മനസ്സിലായിട്ടില്ലാത്ത അല്ലെങ്കിൽ മൂടപ്പെട്ട് കിടക്കണ, ചേർച്ചിന് വെയിൽഡായിട്ട് കിടക്കണ കുറേ സത്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാനൊരു ബുക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറ്റണമെന്നും പറയാൻ പറ്റില്ല, എന്നെ ഉപയോഗിച്ച് കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മൂന്നാമത്തെ റെവലേഷൻ, അതായത് എനിക്ക് ആദ്യം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നില്ല. കാരണം എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുമ്പോൾ ഋഗ്വേദയിൽ ഇന്ന മണ്ഡലം 10ാം മണ്ഡലത്തിലേക്ക് പോവുക, 9ാമത്തെ 90ാമത്തെ ചാപ്റ്റർ എടുക്കുക, ഇതൊക്കെ പറയുമ്പോൾ അധ്യായത്തിലേക്ക് പോവുക എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇതെന്നെ ഞാൻ തെറ്റിപ്പോവാണ്, അല്ലെങ്കിൽ എന്നെ വീണ്ടും പഴയതിലേക്ക് വലിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ കരുതിയിട്ട് ഞാനത് ബ്രേക്ക് ചെയ്തൊക്കെ കളയാൻ നോക്കുകയാണ്. പക്ഷേ വീണ്ടും അത് വന്നിട്ട് അവിടെയും ഞാനുണ്ട്, അത് കാണിക്കാനാണെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ അതിനോട് സബ്മിസീവായിട്ട് അത് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അന്ന് കിട്ടിയ റെഫറൻസുകളെല്ലാം, ഈ റെവലേഷനിൽ കിട്ടിയ റെഫറൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പല പബ്ലിക് ലൈബ്രറികളിലും, ചില ബുക്സ് കിട്ടാത്തത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടും, പല സോഴ്സിലും, ചിലത് നെറ്റും, അങ്ങനെ പല രീതിയിൽ ഞാൻ അതിനെല്ലാം ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ. കാരണം ഉപനിഷത്തുകൾ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും വേദങ്ങൾ വളരെ വലിയ പുസ്തകങ്ങളാണല്ലോ. അപ്പോൾ ഈ ഋഗ്വേദ തന്നെ ഒരു ഡിക്ഷണറിയുടെ അത്രയുള്ള ഒരു 8-10 മണ്ഡലങ്ങളാണ് ആയിട്ടാണല്ലോ ഋഗ്വേദം ഉള്ളത്. അപ്പോൾ അതിൽ 8 വലിയ ഡിക്ഷണറിയുടെ അത്രയുള്ള ബുക്കാണ് ഋഗ്വേദം മാത്രം. പിന്നെ യജുർവേദം അത്രയില്ലെങ്കിലും ഉണ്ട്, മറ്റുള്ളതൊക്കെ സമവേദം, അഥർവേദത്തിലേക്ക് അത്ര ഇതിൽ റെഫറൻസുകൾ പോയിട്ടില്ല, 1-2 പോയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഋഗ്വേദം 10ാം മണ്ഡലം 90ാം സൂക്തം, 90ാം അധ്യായം 2ാം സൂക്തം, 7ാം സൂക്തം, ഋഗ്വേദം 10ാം മണ്ഡലം 121ാം അധ്യായം, ഇങ്ങനെയൊക്കെ പുരുഷ സൂക്തം എന്ന് പറയുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ, അതുപോലെ ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്ന്, ശതപഥ ബ്രാഹ്മണം, യജുർവേദത്തിൽ നിന്ന്, ഇതൊക്കെ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ വളരെ ഞെട്ടിപ്പോകുന്ന റെവലേഷൻസാണ് അന്ന് വന്നത്. അതായത് പുരുഷൻ, പ്രജാപതി, ഹിരണ്യഗർഭൻ എന്നീ 3 വാക്കുകൾ ഏറ്റവും കൂടുതൽ പുരുഷൻ യാഗമായി മാറുന്ന ഒരു പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പുരുഷൻ യാഗമായി മാറുന്നത് പുരുഷവോ വവയജ്ഞ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ ബലിയായിത്തീരുന്ന യജ്ഞമായി മാറുന്ന പുരുഷൻ. ആ പുരുഷനെ പറ്റിയിട്ട് പറയണമെന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനെ അല്ലാതെ വേറൊരു ഫിഗറിനെ അത് മാച്ചിങ് ആവണില്ല. അത് പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ് ജീസസ് ക്രൈസ്റ്റിൽ. അത് ഇങ്ങനെയാണ് പറയണത്: പുരുഷം ഏവേദം സർവം യദ്ഭൂതം യച്ഛഭവ്യം ഉദാമൃതസ്യ യേശാന യഥാനേന അതിരോഹതി. അത് ഋഗ്വേദം 10ാം മണ്ഡലം 90ാം അധ്യായം 2ാം സൂക്തമാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതും ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴുള്ളതും ഇനി വരുവാനിരിക്കുന്നതുമായ സകലതും ഈ പുരുഷനിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പുരുഷൻ വീണ്ടും വരുന്നത് കർമ്മഫല അനുസരണം മനുഷ്യരെ വിധിക്കാനാണ്, അല്ലെങ്കിൽ മനുഷ്യരെ പ്രതിഫലം കൊടുക്കാനാണ്. അതായത് പുരുഷൻ വീണ്ടും വരും എന്ന് പറയുന്ന ആ യേശുക്രിസ്തുവിൻ്റെ അതേ സങ്കല്പം, പിന്നെ എല്ലാം അവനിൽ നിന്ന് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയണേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളും വളരെ ആപ്റ്റായിട്ട് അവിടെ മാച്ചിങ് ആയിട്ട് കാണാണ്. പിന്നെ യാഗമാവുന്ന പുരുഷനെ കുറിച്ച് പറയുന്ന ഭാഗം ശതപഥ ബ്രാഹ്മണത്തിലുണ്ട്. യജുർവേദത്തിൽ തന്നെ ഇതേ അധ്യായത്തിൽ 90ാം അധ്യായത്തിൽ തന്നെ 7ാം സൂക്തം, അത് പുരുഷം തം യജ്ഞം ബർഹിഷി പ്രോക്ഷൻ പുരുഷം ജാതമഗ്രത തേന ദേവ അയാജന്ത
സാധ്യ ഋഷയശ്ചയെ. അതായത് പുരുഷൻ ആദ്യജാതനായ ആ പുരുഷനെ സോൾജേഴ്സും, അതായത് ഹോതാക്കൾ, ഹോമം അർപ്പിക്കുന്നവരും കാഴ്ചക്കാരും ഇവരെല്ലാം ചേർന്ന് കാഴ്ചക്കാർ നോക്കി നിൽക്കെ ഹോതാക്കൾ, അതായത് ഹോമം ചെയ്യുന്നവർ, അവിടെ റോമൻ സോൾജേഴ്സാണ്, അവർ മരക്കുറ്റിയിലേക്ക് ബന്ധിച്ച് പുരുഷനെ യാഗമാക്കുന്നു ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര ധ്യാമുദേമം ഇമാം കസ്മൈ ദേവായ ഹവിഷാവിധേമം. അത് 121 സൂക്തമാണ്. സെയിം ഇതേ അധ്യായം തന്നെ, ഋഗ്വേദം 10-ാം മണ്ഡലം തന്നെ 121 അധ്യായമാണ്, സൂക്തമല്ല അധ്യായമാണ്. അപ്പോൾ അതിൽ ആദ്യം ആരംഭത്തിൽ പരമാത്മാവായ ദൈവവും പരമാത്മാവും മാത്രമേ ഉണ്ടായിരുന്നുള്ള സമയത്ത് അതിൽ നിന്ന് പ്രജാപതി അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ പുറപ്പെടുകയാണ്. ഹിരണ്യഗർഭൻ ജാതനാവുന്നു. ജനിച്ച സമയം തന്നെ അവൻ സകല സൃഷ്ടിക്കും അവൻ രക്ഷകനായി തീർന്നു എന്നാണ് ഹവിഷാവിധേമം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം 100% ഇതിലേക്ക് മാച്ചിങ് ആണെങ്കിലും ഏറ്റവും അധികം നമ്മളെ ഇത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് അല്ലാതെ വേറൊരു ആൾക്ക് മാച്ച് ആവില്ല എന്ന് തോന്നുന്ന ഭാഗം ശതപഥ ബ്രാഹ്മണത്തിലും യജുർവേദത്തിൻ്റെ ഒരു ബ്രാഹ്മണങ്ങൾ, അരണ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ശതപഥ ബ്രാഹ്മണം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ പുരുഷനെ മേധമാക്കുന്ന അല്ലെങ്കിൽ യാഗമാക്കുന്ന പുരുഷൻ്റെ യാഗത്തിന് വേദങ്ങൾ അനുശാസിക്കുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൽ സ്പെസിഫിക്കായിട്ട് ഈ ബുക്കിലും ക്ലിയറായി 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, പുരുഷനെ യാഗമാക്കുന്ന പുരുഷനെ മണ്ണിൽ താഴ്ത്തിയ മരക്കുറ്റിയിൽ കരചരണങ്ങളെ ആണികൊണ്ട് ബന്ധിച്ചു വെച്ചിട്ടാണ് ഈ പുരുഷനെ യാഗമാക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. യേശുക്രിസ്തുവിൽ അതങ്ങനെ തന്നെയാണ്. വലിയ പുരുഷനെ, അതായത് നേരത്തെയൊക്കെ ഈ ഗോമേധം അശ്വമേധം എന്നൊക്കെ പറയുന്നത് അശ്വത്തിനെ ഇങ്ങനെ വിടുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗോമേധം ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ആനിമലിനെ കോൺസെക്രേറ്റ് ചെയ്ത സേക്രഡ് ആയിട്ടുള്ള ഒരു ആനിമൽ, അത് വേദിക് കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആനിമലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനിങ്ങനെ പവിത്രീകരിച്ച് മൃഗം അയക്കാൻ വേണ്ടി വെച്ചതാണെന്ന് അറിയാൻ അതിൻ്റെ തലയിലൊരു മുൾക്കിരീടം മെടഞ്ഞു വെക്കണ ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം പോലെയാണ് ബലൂസി ചെടി കൊണ്ട് ഒരു മുൾ കിരീടം പുരുഷൻ്റെ തലയിൽ വയ്ക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ബലൂസി ചെടി കൊണ്ടുള്ള ഈ മുൾക്കിരീടം പുരുഷൻ്റെ തലയിൽ, ബലൂസി എന്നുള്ള പേര് ബൈബിളിലില്ല, പക്ഷേ മുൾക്കിരീടം പുരുഷൻ്റെ തലയിൽ മെടഞ്ഞു വെച്ചിട്ട് അത് യാഗസമയത്ത് പുരുഷൻ്റെ തലയിൽ ഇതുണ്ട് എന്നാണ്. അപ്പോൾ അത് ഇവിടെ പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. വീണ്ടും അടുത്ത കാര്യം വരുന്നത്, അസ്ഥികൾ ഒന്നുപോലും ഒടിയുന്നില്ല. കാരണം യാഗമൃഗത്തിൻ്റെ അസ്ഥി ഒടിയാൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. അപ്പോൾ ഏഷ്യയുടെ പുസ്തകത്തിൽ ബൈബിളിൽ പറയണ അതേ കാര്യം തന്നെ ഇവിടെയും പറയാണ്. യേശുവിൻ്റെ മരണം പെട്ടെന്ന് തന്നെ സംഭവിച്ചു എന്ന്, കള്ളന്മാരുടെ കാലൊടിച്ചിട്ട് കുരിശിൽ നിന്നിറക്കാൻ ശബത്ത് ദിവസം അങ്ങനെ കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് യഹൂദനുള്ളതുകൊണ്ട് അത് അവരുടെ ഹോളി ദിവസമാണ് ആ ദിവസം. അപ്പോൾ അവിടെ ശവം കിടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കുരിശിൽ ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് കിടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് കാലൊടിച്ചിട്ട് അപ്പോൾ ഉടനെ അവർ മരിക്കും. കാലൊടിക്കാൻ വരുമ്പോഴേക്കും യേശു ഓൾറെഡി മരിച്ചു കഴിഞ്ഞെന്നറിയുമ്പോൾ അത് കാലൊടിക്കാതെ പോകുന്ന ഭാഗം നമുക്ക് ബൈബിളിൽ കാണാം. അപ്പോൾ അതും പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. ഒരു അസ്ഥി പോലും ഒടിഞ്ഞിട്ടില്ല. പുരുഷൻ മരിക്കണതിൻ്റെ മുന്നേ പുളിച്ച സോമരസം, അതായത് പുളിച്ച മദ്യം. ഈ പുളിച്ച മദ്യമാണ് വിന്നാഗിരി, കള്ള് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന വിന്നാഗിരിയാണ് യേശുവിന് കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. മരിക്കണതിൻ്റെ മുന്നേ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് വിന്നാഗിരിയാണ്. അപ്പോൾ അവിടെയും അതും സാറ്റിസ്ഫൈഡ് ആണ് അവിടെ. പിന്നെ
ഹോതാക്കൾ, അതായത് ഹോമം ചെയ്യുന്ന ആൾക്കാർ വസ്ത്രം പങ്കിട്ടെടുക്കണം, ഈ പുരുഷൻ്റെ വസ്ത്രം പങ്കിട്ടെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വസ്ത്രം റോമൻ സോൾജേഴ്സ് പങ്കിട്ടെടുക്കുന്നതും നമുക്ക് ബൈബിളിൽ കാണാം. അതിൻ്റെ എന്താ പറയുക, മേലങ്കി തുന്നൽ കൂടാത്തതായതുകൊണ്ട് അത് മാത്രം നമുക്ക് നറുക്കിട്ട് കുറിയിട്ടെടുക്കാം, ആർക്കാണ് വേണ്ടത്, അത് കീറണ്ട എന്ന് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ബൈബിളിലുണ്ടല്ലോ. അപ്പോൾ അതും മാച്ചിങ് ആണ്. ഏറ്റവും അവസാനത്തെ 2 കാര്യങ്ങളാണ്. അത് ഈ പുരുഷൻ്റെ മാംസം, അതായത് ഈ ബലിമൃഗത്തിൻ്റെ ബലിയാക്കാണ് ചെയ്യണം. ആ ബലിയായ പുരുഷൻ്റെ മാംസം ഭക്ഷിക്കപ്പെടുകയും രക്തം ദേവന്മാരാൽ ഭക്ഷിക്കപ്പെടുകയും അതുപോലെ അടുത്തത് രക്തം പാനം ചെയ്യപ്പെടുകയും. ഇത് രണ്ടും ദേവന്മാരാൽ, അതായത് വിശുദ്ധരായവരിൽ എന്നുള്ള കോൺസെപ്റ്റാണത്. ദേവന്മാരാൽ അത് പാനം ചെയ്യപ്പെടുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യപ്പെടുകയും വേണം എന്നാണ്. അതായത് അതിൽ യേശുക്രിസ്തു പറയണ ആ ഭാഗമുണ്ട്. അത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവനിൽ ജീവനില്ല, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാനും അവനെന്നിലും വസിക്കും എന്ന് പറയുന്ന ആ ഭാഗം, അതും പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. ഇതെല്ലാം വേറെ ഹിന്ദുയിസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. ഉപനിഷത്തുക്കളെല്ലാം അതുപോലെ ബൃഹദാരണ്യക ഉപനിഷത്തിൽ 3:9-24 ആണ് എൻ്റെ ഓർമ്മ. അതെ. അപ്പോൾ അതിൽ പറയാണ് അതായത് ഒരു മരത്തിനോട് ഉപമിക്കുകയാണ് പുരുഷനെ. എന്നിട്ട് മരത്തിനെ വെട്ടിയാൽ ചിറമൊഴുകും, സാപ്പിങ്ങിനെ ഒഴുകുന്നത് പോലെ പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. ആ രക്തം മുഴുവൻ വാർന്നൊഴുകി കംപ്ലീറ്റായി അത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുരുഷൻ മരിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് ഈ മരം വെട്ടിമാറ്റിയാലും വീണ്ടും അത് പൊട്ടിക്കിളിർക്കാം. പക്ഷേ മരിച്ചു കഴിഞ്ഞ ഈ പുരുഷനിലേക്ക് വീണ്ടും ഏതിനാൽ ജീവൻ വരും, വീണ്ടും ഏതൊന്നിനാൽ ഈ പുരുഷൻ ജീവൻ പ്രാപിക്കും. എന്നിട്ട് എഴുതിയേക്കാണ് അത് രക്തത്തിൽ നിന്ന്, രക്തം ഫുൾ പോയി കഴിഞ്ഞു, രക്തമില്ലല്ലോ, മരിച്ചു കഴിഞ്ഞ് പിന്നെ രക്തം ഫുൾ വാർന്നു കഴിഞ്ഞു. രക്തത്തിനാൽ പറ്റില്ല, രഥസ്, അതായത് ഈ സീഡ് ഓർ സെമൻ, അതിൽ നിന്നും ഈ സീഡും ഇല്ല, കാരണം മരിച്ച ഒരുവനിൽ അതുമില്ല, സീഡും സെമനിൻ്റെ ജീവനും ഇല്ല. അപ്പോൾ പക്ഷേ അവനിൽ തന്നെ ജീവനുള്ളതുകൊണ്ട് അവൻ വീണ്ടും ജീവൻ പ്രാപിക്കും, അവൻ സ്വയമേ ജീവൻ പ്രാപിച്ച് വരും എന്നും അവിടെ എഴുതിയേക്കാണ്. അതൊരു ഭയങ്കര, അതായത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണ് അത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എനിക്കത് ആ റെഫറൻസ് എനിക്ക് കിട്ടിയപ്പോൾ മനസ്സിലാക്കി തന്നു. അത് ദൈവാത്മാവ് തന്നെ മനസ്സിലാക്കി തന്നു. അങ്ങനെ പറയണതാണ് കൂടുതൽ ശരി. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ഹിന്ദു പുസ്തകങ്ങളിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണമല്ലോ. അപ്പോൾ അതിലെഴുതിയേക്കാണ് നമ്മൾ വീണ്ടും ജീവൻ പ്രാപിക്കുന്നു എന്നൊക്കെ പറയണത് പുനർജന്മത്തിനെ കുറിച്ചിട്ടാണ്. പുനർജന്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അത് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. പക്ഷേ അത് പുനർജന്മത്തിനെ കുറിച്ചല്ല. കാരണം പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഈ ശരീരം, മരിച്ചുപോയ ശരീരം വീണ്ടും ജീവൻ പ്രാപിച്ചു വരികയല്ല ചെയ്യുക. പുനർജന്മത്തിൽ ആത്മാവ് മാത്രമാണ്, ആ സോള് വേറൊരു ബോഡിയാണ് എടുക്കുക. അത് ടോട്ടലി ചിലപ്പോൾ വേറെ ജെൻഡർ തന്നെ ആയിരിക്കും, അടുത്തൊരു ജന്മം എടുക്കണതിൻ്റെ കാര്യമാണ്. അത് ഈ ശരീരത്തിൻ്റെ രക്തം ശമനമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം അതിൽ നിന്ന് ഈ ശരീരം ഏതിനാൽ ജീവൻ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യണത് ബ്ലഡിലുള്ളതോ സീഡിലുള്ളതോ ആയ ജീവൻ ഇതിലില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടും ആ ശരീരം ജീവൻ പ്രാപിച്ചു വരുന്ന കാര്യം തന്നെയാണ്. ഒരു ശരീരവും ജീവൻ പ്രാപിച്ചു വന്നിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരമല്ലാതെ ഇങ്ങനെ മരണപ്പെട്ട ആ ശരീരം ജീവൻ പ്രാപിച്ചു വരുന്നതായിട്ട് നമുക്ക് വേറൊരു ഫിഗേഴ്സിനെ നമ്മൾ കാണാനില്ല. ഹിന്ദുയിസത്തിൽ ഓൾമോസ്റ്റ് ഓരോ കാര്യം യോഗികളിൽ യോഗിയാവാൻ വേണ്ടി സഹസ്രാവർത്തനാദ്യം അതായത് 1000 പ്രാവശ്യം ഗണപതി ഉപനിഷത്ത് വായിച്ചാൽ യോഗികളിൽ യോഗിയാവെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഞാനിരുന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും വേറെ ഒരു ഫിഗറിലും നമ്മളിവിടെ കാണണേയില്ല അങ്ങനെ ഒരു സംഭവം. വേറൊരു ആളെ നമുക്ക്
പകരം അല്ല ഇത് ഇന്ന ആളെ പറ്റിയിട്ടാണ് പറയാൻ, കൃഷ്ണനെ പറ്റിയോ വിഷ്ണുവിനെ പറ്റിയോ, ചിലരൊക്കെ പുരുഷ സൂക്തം വിഷ്ണുവിനെ പറ്റിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വെറുതെ കണക്ട് ചെയ്ത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്മളുടെ സത്യം എന്താണെന്ന് തിരിച്ചറിയണ ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഇത് കേൾക്കണം. സത്യം അതായത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഡിസീവ് ചെയ്യപ്പെടാം. കാരണം നമ്മൾ സത്യമല്ല എന്ന് കരുതുന്ന ഒരു കാര്യവും നമ്മളിലേക്ക് അതിന് എത്ര വലിയ തെളിവുകൾ മറ്റുള്ളവർ മുന്നിൽ വെച്ചാൽ, അത് ന്യൂറോ സയൻസ് ആണത്, എത്ര വലിയ തെളിവുകൾ മുന്നിൽ വെച്ചാലും അത് പ്രോസസ്സ് ചെയ്യില്ല. നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യാതെ പോകും. അപ്പോൾ അതായത് അതെനിക്കറിയാം അത് കള്ളാണെന്നുള്ള ഒരു ഇതിലാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ സത്യം എന്തായാലും അധികം പേർക്കും സത്യമല്ല വേണ്ടത്. നമ്മുടെ ഏറ്റവും ഒരു ഫണ്ണി ഫാക്ടർ എന്താ അറിയോ, ഇത് ഈ സ്പിരിച്വൽ എന്ന് കരുതുന്നത് മുഴുവനും സ്പിരിച്വൽ അല്ല. സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്ന ആ വേൾഡിൽ സ്പിരിറ്റ്, ഓക്കെ ഓഫ് കോഴ്സ് സ്പിരിറ്റ് ഉണ്ട്, സ്പിരിച്വൽ വേൾഡും അതിൻ്റെ സ്പിരിച്വൽ എനർജിയുടെ ഇതെല്ലാം ഉള്ളതാണ്. പക്ഷെ അത് കറപ്റ്റഡ് ടോണിൽ അല്ലെങ്കിൽ കറപ്റ്റഡ് വേ ഓഫ് ബീയിങ്ങിലാണ്, അതിൻ്റെ ലോവർ ലെവലിലാണ് ഈ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഈ സ്പിരിറ്റിൻ്റെ വ്യാപാരങ്ങൾ നടക്കണം. പക്ഷേ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ആത്മാവ് തന്നെയായ ദൈവം, അതാണ് ക്രിസ്തു. യേശു മനുഷ്യപുത്രനും ക്രിസ്തു ദൈവപുത്രനുമാണ്. ഏതാണ് യേശു ക്രിസ്തു പറഞ്ഞാൽ ആ ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, അത് സാമവേദത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ബലിയായിട്ട് തരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ബലിയായി മാറിയിട്ട് വീണ്ടും ജീവൻ പ്രാപിച്ച് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും മാച്ചിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു, അത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വയ്ക്കുമ്പോൾ നമ്മളുടെ ബുക്കുകളിൽ ഇത് ഇന്ത്യയിൽ സംഭവിക്കണമെന്ന് നിർബന്ധമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് എവിടെ സംഭവിച്ചാലും ഇത് എൻ്റെ ബുക്കിൽ പറഞ്ഞ പ്രോഫസിയാണ്. അല്ലെങ്കിൽ പ്രോഫസി എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന വേറൊരു ഭവിഷ്യത്ത് മഹാപുരാണം എന്ന് പറഞ്ഞൊരു ഭാഗത്തിൽ അതിനെയും വീണ്ടും വല്ലാണ്ട് വളച്ചൊടിക്കപ്പെട്ടിട്ട് ഞാനതിനെ എഴുതിയത് വായിച്ചിട്ടുണ്ട്. ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സായിപ്പ് എഴുതിയൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയണത് യേശുവിനെ ഇന്ത്യയിൽ വെച്ചൊരു രാജാവ് കണ്ടത് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നാമത്തെ വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. അത് ഭവിഷ്യത്ത് മഹാപുരാണം. അതായത് ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ ആ ഭവിഷ്യ എന്ന് പറഞ്ഞ ആ വാക്ക്, സംസ്കൃത വാക്ക് അദ്ദേഹത്തിന് ക്ലിയറായ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് അത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രഡിക്ഷനാണ്, അത് പ്രോഫസിയാണ്, അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ്. അതായത് യേശു അതിൽ ഇങ്ങനെയാണ് പറയണത്, അവിടെ ഒരു രാജാവ് ശക മഹാരാജാവ് എന്നാണ്, അത് ഇനി 100% എനിക്ക് ഷുവറല്ല, ശക മഹാരാജാവ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഹിമാലയത്തിലൂടെ പോകുമ്പോൾ ഒരു തേജോമയനായ യുവാവിനെ കാണുമ്പോൾ, ശുഭ്രവസ്ത്രധാരിയായ തേജോമയനായ യുവാവിനെ കാണുമ്പോൾ അങ്ങ് ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, എൻ്റെ പേര് ഈസാ മസീഹൻ, ഈശോ മഷിഹ എന്നുള്ളതിൻ്റെ ഒരു സംസ്കൃതവൽക്കരിച്ച ഒരു പേരായിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും റെഫറൻസോടുകൂടി ഞാൻ പറയണത് എന്താ അറിയോ, ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസാ മസീഹൻ എന്ന് ഞാൻ ജനിച്ചത് കന്യകയിൽ നിന്നാണെന്നും മനുഷ്യരെ അവരുടെ ധർമ്മത്തിൻ്റെ പാത പഠിപ്പിക്കാനും കാണിച്ചു കൊടുക്കാനും അങ്ങനെ അതുപോലെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്നുമാണ് വളരെ ക്ലിയറായിട്ട് യേശു പറയണ, അല്ലെങ്കിൽ ഈസാ മസീഹൻ അവിടെ പറയണ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് യേശു ഇന്ത്യയിൽ വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഭാവിയിൽ യേശുവിൻ്റെ ആത്മാവ് ടീച്ചിങ്ങായിട്ട്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങായിട്ട് അപ്പോസ്റ്റൽസിലൂടെ അല്ലെങ്കിൽ അപ്പോസ്റ്റലന്മാരിൽ കൂടെ, അല്ലെങ്കിൽ ഇവിടെ വന്ന സെയിൻറ്റ് തോമസ് ആണല്ലോ ഇവിടെ വന്നത്, ഇന്ത്യയിൽ വന്നത്. അപ്പം അദ്ദേഹത്തിലൂടെ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു പ്രോഫസിയാണത് സത്യത്തിൽ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നമ്മുടെ ബുക്കിൽ വേദങ്ങളും ഉപനിഷത്തുക്കളിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ രക്ഷകനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്.
ഈ രക്ഷകനെ അല്ലാതെ ഈ പുരുഷനെ അല്ല, ഈ പുരുഷനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും അത് ഇഹലോക ജീവിതത്തിൽ നന്മകളും പരലോകത്തിൽ മോക്ഷവും കിട്ടാൻ ഈ പുരുഷൻ നിങ്ങൾ ആരാധിക്കണമെന്നും, അതുപോലെ വിഗ്രഹാരാധനയെക്കുറിച്ചും മറ്റുള്ള നമ്മൾ ഈ നാച്ചുറൽ ഓബ്ജക്ട്സിനെ നമ്മളിപ്പോൾ ഹിന്ദുയിസത്തിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട്, ഞാനും ഇഷ്ടംപോലെ ഭൂമിനെയും സൂര്യനെ നവഗ്രഹങ്ങളുടെ എല്ലാ മന്ത്രങ്ങളും ഒക്കെ ദിവസവും ജപിച്ചിരുന്ന ആളാണ് ഞാൻ. ആലിനെ വലത്തിട്ടിട്ട് അതിനെ പൂജിച്ച് ഓരോന്നും. അപ്പോൾ ഇതൊക്കെ അതായത് സൃഷ്ടവസ്തുക്കൾ ദൈവം ആണെന്ന് കരുതി ആരാധിക്കുന്നവൻ മൂഢനാകുന്നു എന്നാണ് അതിൽ. അല്ല, അത് വേദസാരത്തിൽ വേറെ പറയാണ്. സൃഷ്ടവസ്തുക്കൾ ദൈവമാണെന്ന് കരുതി ആരാധിക്കുന്നവൻ അന്ധകാരത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ ദൈവമുണ്ടെന്ന് കരുതി ആരാധിക്കുന്നവൻ ഘോരാന്ധകാരത്തിലേക്ക് പോകുന്നു. യജുർവേദം 40-ാം അധ്യായം 8-9 വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ സൃഷ്ടവസ്തു എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ, അത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ, ഇതൊക്കെ മരം, മൃഗങ്ങൾ, അങ്ങനെയൊക്കെ അതാണ് അതിൻ്റെ ദൈവം എന്ന് കരുതി ആരാധിച്ചാൽ ഇതിലെല്ലാത്തിലും ദൈവാംശമുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ ദൈവം ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ അതിൽ ശരിയായ അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സത്യത്തിൽ പ്രീതിപ്പെടുത്തല്ല ചെയ്യണമെന്നുള്ള ഒരു മനസ്സിലാക്കലിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഇത് ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയത് എന്താണെന്നറിയണം. നമ്മൾ കുറേ കഥകൾ വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശരിയായ ഇപ്പം മുണ്ടകോപനിഷത്തിൽ പറയണ്ടല്ലോ, അന്ധൻ വഴി നടത്തിയാൽ രണ്ടാളും കുഴിയിൽ വീഴുന്ന അതേ കാര്യം തന്നെ യേശുക്രിസ്തു വീണ്ടും യേശു പറയുന്നുണ്ടല്ലോ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം, അതായത് വല്ലാത്ത ഒരു പുഷുണ്ട്. ഇപ്പോൾ സ്പിരിച്വൽ വേൾഡ് വളരെ ഒരു പ്രത്യേക സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് സ്പിരിച്വലി ഒരു ഡിസേണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഒരു പ്രത്യേക ഫേസിലേക്കാണ് നമ്മൾ ലോകം തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ കടക്കണത് ഒരു പ്രത്യേക ഫേസിലേക്ക് കടന്നേക്കാണ്. അപ്പോൾ ഇനി അധികം സമയമില്ല. ഇപ്പോൾ എപ്പോൾ കർത്താവിൻ്റെ മഹാദിനം അതിവേഗം അടുത്തടുത്ത് വരുന്നു എന്നൊക്കെ ഉള്ള വാക്യങ്ങളും അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു ഏർജൻസി. ഇത് മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് മോക്ഷം പ്രാപിക്കാം. ഗീത 11:53 അത് പറയണ്ട, നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് എന്നെ കിട്ടില്ല എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാരിറ്റി ഓസ്റ്ററിറ്റീസോ അല്ലെങ്കിൽ വേദപഠനം കൊണ്ടോ ഇതൊന്നും കൊണ്ടും പ്രാർത്ഥന കൊണ്ടോ ഇതൊന്നുകൊണ്ടുമല്ല, ദൈവം നമുക്ക് തരുകയാണ് ചെയ്യുക. അതിന് നമ്മൾ സറണ്ടർ. വെൻ യു സറണ്ടർ, എനിക്ക് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് മേന്മ കൊണ്ട് എനിക്കത് കിട്ടാൻ വഴിയില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സിലാക്കലിൽ ഞാൻ എനിക്ക് വേണ്ടി വന്ന എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ പെനൻസ് കുരിശിൽ എടുത്ത് ബലിയായി മാറി എന്നെ രക്ഷിക്കാൻ വന്ന രക്ഷകനിൽ ഞാൻ ആശ്രയിക്കണം. അതാണ് അത്. ഇപ്പോൾ ദ പോർട്ടൽ ഇസ് ഓപ്പൺ. ഇപ്പം എല്ലാവർക്കും രക്ഷയുണ്ട്, എല്ലാവരെയും. യഹൂദന് വേണ്ടിയാണ് വന്നതായി പറയുമ്പോഴും യഹൂദന് മനഃപൂർവ്വം അത് മനസ്സിലാക്കാതെ ഇത് മിശിഹയാണ് വന്നതെന്ന് മനസ്സിലാവാതെ അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ക്രൂശീകരണത്തെ ബിക്കോസ് അത് മാസ്റ്റർ പ്രോജക്റ്റാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റർ ഗോഡ്, യൂണിവേഴ്സ് അല്ല ദൈവം, ക്രിയേറ്റർ ഗോഡ് ദൈവം. യൂണിവേഴ്സ് സൃഷ്ടിയാണ്, സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതേ എസൻസിൽ വന്നിട്ട്, അതായത് എല്ലാ മേഖലയിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നും പല കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായി ദൈവം തുറന്നു തന്നേക്കാണ്. ട്രഷർ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാക്കി ഞാൻ എല്ലാവരും, എന്നെ കാണുന്ന എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അത് ഈ സമയം, ഈ ഒരു പ്രത്യേക കാലഘട്ടം വളരെയധികം എന്താ പറയുക, അത് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റണ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം വിത്ത് റെഫറൻസ് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, അത് ഓപ്പണാണ്, റിസെപ്റ്റീവാണ്, നമ്മൾ റിസീവ് ചെയ്താൽ മതി. ഇത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യം ദൈവം ചെയ്തു കഴിഞ്ഞു. ഇനി മനുഷ്യൻ്റെ ഹാഫുണ്ട്. അതായത് വേണമെങ്കിൽ ദൈവം ഒരിക്കലും ഇമ്പോസ് ചെയ്യില്ല.
ചോയ്സ് ഓഫ് ഫ്രീ വിൽ, അത് ദൈവം എപ്പോഴും മനുഷ്യന് കൊടുക്കണം. അത് ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ്. അത് ചോയ്സ് ഓഫ് ഫ്രീ വിൽ. നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇവളെപ്പോഴും ഇമ്പോസ് ചെയ്യും കാര്യങ്ങൾ, പക്ഷേ ദൈവം എപ്പോഴും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ മനുഷ്യന് തരും. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്തിട്ട് ഫ്രീ ആയിട്ട് സാൽവേഷനിലേക്ക് എന്നിലേക്ക് കയറാം. അപ്പോൾ എനിക്ക് ഇനി ദൈവത്തിലെ ഗോഡ് ഓറിയൻറ്റേഷനുള്ള ഒരു ലൈഫിലേക്ക്, അല്ലെങ്കിൽ സെൽഫ് റൈറ്റസ്നെസ്സിൽ നിന്ന് മാറി കിങ്ഡം ഓഫ് ഗോഡ് റൈറ്റസ്നെസ്, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഈ തിരിച്ചറിവിൽ എല്ലാവരും ബ്ലേറ്റൻ്റായിട്ട് ഒരാൾ പോലും ഇതൊരു മതമാണ്, എനിക്ക് ഒരു മതത്തിനെയും മതസ്ഥാപകനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് രക്ഷകനെക്കുറിച്ചാണ്. സർവ്വമാനവജാതിക്കും ഈ ലോകത്തിൽ മറ്റൊരു രക്ഷകനില്ല. സകല മാനവരാശിക്കും വേണ്ടി ദൈവം തന്നെ മനുഷ്യൻ്റെ രൂപമെടുത്ത് വന്ന, അതുകൊണ്ടാണ് ആ ശരീരം ഡീക്കേ ചെയ്യാൻ പറ്റാത്തത്. കാരണം ജീർണതയ്ക്ക് ദൈവത്തെ തൊടാൻ പറ്റില്ല, ദൈവത്തെ മാത്രം ജീർണതയ്ക്ക് സ്പർശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് ജീർണത ബാധിക്കാത്തത്. ബാക്കിയുള്ളതെല്ലാം അതിൽ മായയുടെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മായയുടെ കറപ്ഷൻ ഉണ്ട്. ആ കറപ്ഷൻ വരുമ്പോൾ അത് എല്ലാം ജീർണതയ്ക്ക് അധീനമാണ്. അപ്പോൾ അതിന് എല്ലാം ബിബ്ലിക്കലി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. ഈ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം മാച്ചിങ് ആണ്. അത് ഒന്നിനെ ഖണ്ഡിച്ചല്ലായിരിക്കണം. ഈവൻ സയൻസ് പോലും നല്ലോണം മാച്ചിങ് ആണ്. നമ്മൾ അത് ശരിയായ രീതിയിൽ സത്യത്തെ എനിക്ക് മനസ്സിലാക്കണം. എനിക്കറിയണ സത്യത്തിന് കൺഫർമേഷൻ മതി എന്ന് കരുതുന്നവരാണ് അധികവും. അങ്ങനെയായാൽ ഒരിക്കലും സത്യം കണ്ടെത്താൻ പോകില്ല. എനിക്ക് അറിയണ നമ്മൾക്ക് അറിയണത് നമ്മളെ റിയാലിറ്റിയാണ്, അത് ട്രൂത്ത് അല്ല. ഇറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഞാനാവുന്ന വ്യക്തിയിൽ കോൺഷ്യസ്നെസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ഞാനതിനെ സത്യമാണെന്ന് കരുതി, അല്ലെങ്കിൽ എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. ഇതാണ് ഞാൻ മറ്റുള്ളവരിൽ ഞാൻ കേട്ട് വന്ന് ശീലിച്ചത്. ഇതാണ് എൻ്റെ പൂർവികരൊക്കെ ഇതല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇത് ആരുടെയെങ്കിലുമൊക്കെ പൂർവികർ, ഇന്ത്യയിലുള്ള ഒരു ക്രിസ്ത്യാനി പോലും ഇന്ത്യയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ ആരും ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതാരും ഇല്ലാതിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മിഷണറി വന്നിട്ട് നിങ്ങൾ ഇത് പറഞ്ഞ ഉടനെ മതം മാറാൻ വെയിറ്റ് ചെയ്താണോ ഇരുന്നിരുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാർ, ഹിന്ദുസ് എല്ലാം? അല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നമ്മൾ അതുപോലെയുള്ള ദൈവത്തിനെ പ്രൂവ് ചെയ്യണ വിധത്തിലുള്ള സൈൻസ് ആൻഡ് വണ്ടേഴ്സും അതുപോലെ അത്ഭുതങ്ങളും ഒക്കെ അതിൻ്റെ ദൈവത്തെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ആ ഒരു ഭക്തിയുടെ ബാഹ്യരൂപം മാത്രമായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരം മാറിപ്പോയി. അപ്പോൾ അതെല്ലാം തിരിച്ചു വരും. അതെല്ലാം പെട്ടെന്ന് തിരിച്ച് വരേണ്ട ഒരു സമയമാണത്. അപ്പോൾ ഇത് എല്ലാവരും സത്യമാണ് നിങ്ങൾക്കറിയേണ്ടതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ എൻ്റെ 24 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ തീക്ഷ്ണതയോടെയുള്ള, സ്നേഹത്തോടെയുള്ള, ദൈവത്തോടുള്ള അടങ്ങാത്ത പാഷനോടെയുള്ള ആത്മാന്വേഷണത്തിൽ എനിക്ക് വെളിപ്പെട്ട സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ. അല്ലാതെ എനിക്കതിൽ ഏതെങ്കിലും ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യത്തിൽ മതം ഈ സത്യങ്ങളെയൊക്കെ ഒടിപ്പിക്കപ്പെട്ട പോലെയാണ് പലപ്പോഴും അത് അങ്ങനെ തോന്നുകയും ചെയ്യാം നമുക്ക്. ഇത് ക്രിസ്തു ഒരു മാർഗമാണ് കാണിച്ചത് പിതാവിലേക്ക് ഞാനാണ് ഏകവാതിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തുവാണ്, രക്ഷകനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ ആ മഹാസത്യത്തെ, ആ മഹാസ്നേഹത്തെയാണ് ഞാൻ, അതായത് ഒന്നിനും നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റാത്ത മഹാസ്നേഹമായി യേശുക്രിസ്തു മുന്നിൽ വന്നപ്പോൾ. തീയില്ല, വെള്ളമില്ല എന്നൊന്നുമല്ല, പക്ഷെ തീയിൽ ഫയർ പ്രൂഫായിട്ടാണ്. തീ വന്നാൽ നമ്മൾ അതിലുണ്ടാവുക. അതിൽ ഹീ ഈസ് ദെയർ വിത്ത് അസ്. അത് വളരെ ഇത്ര വിശ്വസ്തത, അല്ലെങ്കിൽ ഇത്ര പെർഫെക്ഷൻ, ഇത്ര എന്താ പറയുക, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾസും ഇതെല്ലാം, ഈ ടീച്ചിങ്സും എല്ലാം, ഇതെല്ലാം
വളരെ പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്, എല്ലാം ഇങ്ങനെ മാച്ചിങ് ആണ്. അപ്പോൾ ഈ വലിയ തിരിച്ചറിവിലേക്ക് എല്ലാവരും, എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവരും സത്യത്തെ, ഈ ഒരാൾ പോലും, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും സത്യത്തെ എംബ്രേസ് ചെയ്ത് ആലിംഗനം ചെയ്ത് ജീവനിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ള വലിയ ഒരു വാഞ്ചയോടെ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. എൻ്റെ പേര് സീന, ഡോക്ടർ സീന ചാലി. ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീക്കിങ്ങും എല്ലാം പോയിരുന്ന ആളാണ്. അപ്പോൾ മുഴുവൻ മഹത്വവും ദൈവത്തിന് യേശുനാമത്തിൽ ഉണ്ടാവട്ടെ. പ്രൈസ് ദ ലോർഡ്.